Guys, welcome back to our YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനി ട്രാവലിംഗ് വ്ളോഗ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അങ്ങനെ കാര്യമായിട്ട് വലിയ സംഭവങ്ങളൊന്നും ഇല്ലൊരു വ്ളോഗല്ല. ഇപ്പം നമ്മൾ കാര്യമായിട്ട് എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ചേരിക്ക് പോവാണ് കേട്ടോ. സംഭവം എൻ്റെ കെട്ടിയവന് കുറച്ച് സാധനങ്ങൾ കൊടുത്തയക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പോക്കാണ് കേട്ടോ. അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്താണ് കൊടുത്തയക്കുന്നത്. നമ്മൾ മേലാറ്റൂർ എത്തിയപ്പോൾ തന്നെ വണ്ടിക്ക് എണ്ണ അടിക്കാൻ വേണ്ടിയിട്ട് പെട്രോൾ പമ്പിൽ കയറിയിട്ടുണ്ടായി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ വണ്ടി സൈഡാക്കിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ അധികം ക്ലിപ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ആകെ ഉള്ളത് എൻ്റെ അടുത്ത് ഈ ഒരു വീഡിയോ ആണ്. സോ ഞാൻ ഇതിവിടെ ആഡ് ആക്കുന്നുണ്ട് കേട്ടോ. ഡ്രസ്സ് എടുക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇറങ്ങിയിട്ട് നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് തിരിച്ചിട്ടുണ്ടായിന്. മഞ്ചേരി കാട്ടോ പോവാനുള്ളത്. സോ അവിടേക്കാണ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നിർത്തിയിട്ടൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഡയറക്റ്റ് പോയതിന് ഒരു 1 hourൻ്റെ അടുത്ത് മഞ്ചേരിക്ക് ഉണ്ട് കേട്ടോ. ഈവനിങ് ഇറങ്ങിയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളൊക്കെ പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊതുവേ വണ്ടിനോട് അത്ര വലിയ താല്പര്യമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. 2 വീലർ നല്ല ഇഷ്ടമാണ്. ബട്ട് കാറിനോട് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. ബട്ട് ഫൈനലി യൂസ് ചെയ്തിട്ടാണോ ഇപ്പോൾ ഇവനം കൊണ്ട് നടന്നിട്ടാണാവോ ഇപ്പോൾ എൻ്റെ പുതിയാപ്പിളിൻ്റെ ഈ ഒരു വണ്ടിനോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ഞാൻ വിചാരിച്ചിന് വണ്ടിനെ എത്രത്തോളം ഒരാൾക്ക് സ്നേഹിക്കാനൊന്നും കഴിയൂലെന്ന്. ഇപ്പം എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് എൻ്റെ കെട്ടിയവന് കാറിനോട് ഇത്രയും വലിയ പ്രിയം കേട്ടോ. അത് കൊണ്ട് നടക്കുമ്പോഴേ അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ എന്ന് പറയില്ലേ, അതാണ് അതെന്ന് മനസ്സിലായിട്ടാ. ഫൈനലി ഇവിടെ എത്തി ഗായ്സ്. നമ്മൾ മഞ്ചേരി എത്തിയപ്പോഴേക്കും ഓൻ്റെ ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. സോ നമ്മൾ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ഓനെ ഏൽപ്പിക്കുന്ന ചിത്രങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അവിടെ കൊടുത്തുങ്ങാണ്ട് നമ്മൾ അവിടുന്ന് നേരെ തിരിച്ചു പോന്നിട്ടുണ്ടായിട്ട്. വേറെ പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളോ ഒരു പ്ലാൻസും നമുക്ക് ഉണ്ടായില്ല. നമ്മൾ തിരിച്ച് പോകുന്ന ടൈമിൽ ഒരു 5:45-6 മണി ആയതുകൊണ്ട് തന്നെ റോട്ടിൽ നല്ല ബ്ലോക്ക് ഉണ്ടായിനി. വണ്ടിയോളം കൊണ്ട് കുടുങ്ങിക്കണെന്ന് പറയാം. പിന്നെ സിഗ്നലിൽ പെട്ട് അങ്ങനെ കുറേ നേരം ബ്ലോക്കിൽ തന്നെ ഇരുന്നിക്കണ്. എന്നിട്ടാണ് ഫൈനലി അവിടെ നിന്ന് കഴിച്ചിലായിട്ടുണ്ടായിരുന്നത് കേട്ടോ. എവിടെ നോക്കിയാലും ഫുള്ള് വണ്ടികളൊക്കെ ആയിട്ട് നല്ല ബ്ലോക്കിന്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു ഹൈപ്പർ മാർക്കറ്റിൽ എത്തി. വെറുതെ കയറിയതാണ്. പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്തെങ്കിലും കഴിക്കാലോ കുടിക്കാലോ വെച്ചിട്ട് കയറിയതേന്. അപ്പോൾ കാര്യമായിട്ടൊന്നും ഉണ്ടാകത്തോണ്ട് തന്നെ ഞങ്ങൾ തപ്പി തരുന്ന കുറച്ച് ഡ്രിങ്ക്സ് എടുത്തിട്ടുണ്ടായിന് കേട്ടോ. ഞാനൊരു ലിച്ചി അല്ല ഒരു ഗ്രീൻ ആപ്പിളിൻ്റെ ഡ്രിങ്കാണ് ഞാൻ എടുത്തിട്ടുണ്ടായിന്. ബാക്കി ഓല് രണ്ടാളും ഓരോരോ ഡ്രിങ്ക് എടുത്തിട്ടുണ്ടായിന്. സോ അവിടുന്ന് ബില്ല് ചെയ്തുകൊണ്ട് ഇറങ്ങിയിട്ട് അവിടുന്ന് തന്നെ കുടിച്ചിട്ടുണ്ടായിന് കേട്ടോ. വാങ്ങിയിരുന്നത് ഇതിന്റെ സെറ്റാണ് ഗായ്സ്. വിശാല മൂഞ്ചി അൻ്റെത്. നമ്മൾ ഇരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ സ്വീറ്റ് കോണിൻ്റെ ഈ ഒരു സംഭവം ഉണ്ടായിന് കേട്ടോ. അപ്പോൾ എനിക്ക് പൊതുവേ ഈ ഒരു സാധനം ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ അത് അങ്ങനെ ട്രൈ ആക്കില്ല. ബട്ട് ഇന്ന് എന്തോ ഒരു വൈബിൽ അങ്ങനെ ട്രൈ ആക്കി നോക്കിട്ടോ. ഈ ഒരു മുതലിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോഴേ ഞാൻ ആ പരിസരത്തിന് ഓടലാണ്. ബട്ട് അത് കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടോ. ഒരു ചാട്ട് മസാല ഫ്ലേവർ ഉള്ളതാണ് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. അപ്പോൾ എനിക്ക് സംഭവം ഇഷ്ടമായിട്ടോ. മറ്റുള്ളവർക്ക് രണ്ടാക്കും വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല. പിന്നെ അങ്ങനെ അവിടുന്ന് നമ്മൾ അതൊക്കെ കഴിക്കലും കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ ഇറങ്ങിയിട്ടുണ്ടായിന്. ഞാൻ പറഞ്ഞില്ലേനോ പ്രത്യേകിച്ച് പ്ലാനും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. സോ നേരെ നമ്മൾ വീട്ടിലേക്ക് പോകാമെന്നുള്ള പ്ലാൻ കഴിഞ്ഞിട്ടാ. ബ്ലോക്കിലൊക്കെ കുടുങ്ങി എത്തിയപ്പോൾ അത്യാവശ്യം നല്ല ലേറ്റ് ആയിന്. പിന്നെ നമ്മളെ നാട്ടിലെത്തിയതിന് ശേഷം ഒരു ഷോപ്പിൽ കയറിയിട്ട് പൈനാപ്പിളിൻ്റെ ലൈമും പിന്നെ 2 കടികളൊക്കെ കഴിച്ചിട്ടുണ്ടായിട്ടാ. കട്ട്ലേറ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിന്. പിന്നെ വീട്ടിലേക്ക് നമ്മൾ ഷവർമ്മ പാർസലും വാങ്ങിങ്ങാണ്ട് നേരെ വീട്ടിലേക്ക് പോയിട്ടോ. കാര്യമായിട്ട് ഒരു പരിപാടി ഉണ്ടായില്ല. മെയിൻ മൈൻഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ സാധനം കൊടുക്കാൻ കഴിഞ്ഞ്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഫോൺ നന്നാക്കാൻ വേണ്ടിയിട്ട് കയറണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഞാനത് മറന്നു പോയി. മറവി എൻ്റെ ഒരു വീക്ക്നെസ്സായി ഇപ്പോൾ വരുന്നത് കൊണ്ട് തന്നെ അത് വലിയൊരു സീനായിട്ട് വരുന്നുണ്ട് കേട്ടോ എനിക്ക്. സോ നമ്മൾ അവിടുന്ന് പാർസലും വാങ്ങിങ്ങാണ്ട് അവിടുന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് ആട്ടോ പോയിട്ടുണ്ടായിരുന്നത്. Back to our home and tata bye bye, see you again another video.
വീണ്ടും കാണാം.